തുടങ്ങാം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സോറി ഫ്രണ്ട്സ്, ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഇല്ല, പിരിയൊന്നും പോയിട്ടില്ല. പക്ഷെ അങ്ങനെ പോവോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് മാത്രമല്ല, മൊത്തം കേരളീയരുടെയും ഫ്യൂസ് അടിച്ച് പോവോ എന്നതാണ് ഇന്നത്തെ എന്റെ ആവലാതി. ഇത് വെറുതെ ഒന്നും അല്ല പറയുന്നത്. പോയ വാരത്തിൽ എന്തൊക്കെ പുലിവാലുകളാണ് ഇവിടെ നടന്നത്. ഒരർത്ഥത്തിൽ പള്ളിക്കൂടത്തിലെ മലയാള മാഷ വേണം ഇതിനായി കുറ്റപ്പെടുത്താൻ. സുന്ദരിയായ ആ ടീച്ചർ ഒരു മഴക്കാലത്ത് പാടിത്തന്ന ഒരു ഗാനം ഒരശരീരി പോലെ മനസ്സിൽ തറച്ചു നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് എന്നെ ഇത്രയും കൺഫ്യൂസ് ആക്കുന്നത്. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഹേയ്, നിർത്ത്. ഞാൻ അതല്ല പറഞ്ഞത്. എന്താണെന്ന് വെച്ചാ പറ. ഞാൻ പറഞ്ഞത് വേറൊരു കാര്യമാണ്. നല്ല പാട്ടുകാരി കൂടിയായ ആ ടീച്ചർ ചൊല്ലിത്തന്ന മഹാകവി വള്ളത്തോളിന്റെ കവിത ഇന്ന് നമ്മുടെ മനസാക്ഷി ചോദ്യം ചെയ്യുന്നു. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം, കേരളമെന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. പക്ഷെ ഇന്ന് നമ്മുടെ BJP-ക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ കേരളം ഭാരതത്തിന്റെ ഭാഗമേ അല്ല എന്നാണ്. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. ഒരു പാകിസ്ഥാൻ പ്രവിശ്യയാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം ആണെന്നാണ് അവരിപ്പോൾ വാദിക്കുന്നത്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അയ്യോ, കഷ്ടം തന്നെ. അവരെ ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല. സത്യമാണോ ഈ പറയുന്നത്? അന്ന് കങ്കണേജി 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ടെക്സ്റ്റ് ബുക്കിലെ ഡേറ്റ് മാറ്റാൻ എടപ്പാളോട്ടോടിയ സംഖ്യകളാണേ. BJP-ക്കാർ ഇപ്പോൾ ഉയർത്തുന്ന പാഴ്വാക്കുകൾക്ക് വഴിയൊരുക്കി കൊടുത്തത് സാക്ഷാൽ ശ്രീഭൂതനാഥൻ സംഘവുമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം. ഒരു SDPI ജമാഅത്ത് ഇസ്ലാമി സ്പോൺസേർഡ് പരിപാടിയാണെന്നാണ് ശ്രീ പിണറായി വിജയനും കൂട്ടരും തങ്ങളുടെ തോൽവിയെ മറയ്ക്കാൻ വേണ്ടി തട്ടിവിട്ടത്. കണ്ടുപിടിച്ച മാർഗം കൊള്ളാൻ സഖാവേ. മോൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ കണ്ണീര് കണ്ടാ മതി അല്ലേ? തൊഴിലിൽ തൊട്ട് സംസാരിക്കരുത്. നമ്മൾ എങ്ങനെ തോറ്റു എന്ന ചോദ്യത്തിന് ഒരിക്കലും നേരിട്ട് ഉത്തരം നൽകാത്ത കൂട്ടരാണല്ലോ CPM-കാർ. എല്ലാ തോൽവിയിലും സ്വയം അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും തോൽവിയുടെ കാരണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് തടിയുരുകയും ചെയ്യുന്ന സ്ഥിരം ഗിമ്മിക്കുകൾ പയറ്റുന്ന കളരിയാശന്മാരാണല്ലോ ഇവർ. ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. ആ ജാള്യത മറയ്ക്കാൻ രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിജയം വർഗീയ ശക്തി പിന്തുണയോടെയാണ് എന്ന് വയനാട്ടിൽ പറഞ്ഞെങ്കിലും അത് അവിടെ തീർക്കാതെ വിജയരാഘവനും മന്ത്രി P രാജീവും എരിയുന്ന തീയിൽ നെയ്യൊഴിച്ചത് കൊണ്ടാവാം കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന് അങ്ങ് മഹാരാഷ്ട്രയിൽ ഇരുന്ന് ഒരു BJP മന്ത്രി വെടിപൊട്ടിച്ചത്. ഇത് പറഞ്ഞത് ചില്ലറക്കാരനൊന്നുമല്ല, പള്ളിയിൽ കയറി മുസ്ലിം സഹോദരങ്ങളെ തല്ലുമെന്ന് പറഞ്ഞ ഒരു തനി ഗുണ്ടാ നേതാവാണ്. എന്തോ കാരണം കൊണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് അന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെങ്കിൽ അതിവിടെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ആ വർഗീയ വിഷം തുപ്പിയത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. സാധാരണഗതിക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സൂര്യൻ കിഴക്കൊതിക്കുമെന്നും പടിഞ്ഞാറ് അസ്തമിക്കുമെന്നുമാണ്. എന്നാൽ ഈ കോലാഹലങ്ങൾക്കിടയിൽ പടിഞ്ഞാറിൽ നിന്നാണ് ഈ സൂര്യൻ ഉദിക്കാൻ ശ്രമിച്ചത്. താൻ പങ്കെടുത്ത ഒരു അന്തിചർച്ചയിൽ തന്റെ സഹപ്രവർത്തകൻ തുപ്പിയ വർഗീയ വിഷം അതേപടി ആവർത്തിക്കാനായിരുന്നു ഇയാളും ശ്രമിച്ചത്. എന്താ അല്ലേ, കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന്. എന്തോ എങ്ങനെ ഇവിടെ ഈ പരിപ്പ് വേവില്ലെന്ന് ഈ വർഗീയ വിഷം എന്നാണാവോ മനസ്സിലാക്കുന്നത്? ചുണ്ടയ്ക്ക് കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന ശീലം CPM-കാർക്ക് പണ്ടേ ഒരു വിനോദമാണ്. ഒരു കലപ്പ പോലും നേരിൽ ഇതുവരെ കാണാത്ത ദേശീയ കർഷക മോർച്ച നേതാവാണെന്നാണ് ഇയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ഒരു അഭിഭാഷകനെന്നും. കഴിഞ്ഞ വാരം കേരളത്തിലെ കോൺഗ്രസുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും അടിച്ച് പാളിസാക്കുമെന്നാണ് ഇയാൾ വീമ്പിളക്കിയത്. ഒരു വിടുവായിത്തരമായി കണക്കാക്കി ബ്ലിങ് എന്ന് മനഃപൂർവ്വം അത് ഒഴിവാക്കിയതുമാണ്. പക്ഷെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന ഈ മാന്യ വ്യക്തിയെ നമുക്കിനി അവഗണിക്കാൻ സാധിക്കില്ല. അലക്കലല്ല, വാരിയിട്ട് അലക്കുകയാണ് വേണ്ടത്. ബീഫ് കറിയിലെ മാംസ കഷ്ണങ്ങൾ മാറ്റി അതിനുള്ളിലെ ഉള്ളിയും ചാറും കൂട്ടി പൊറോട്ട അഴിക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷന്റെ അടുത്ത ചങ്ങാതിയാണ് ഈ മഹാൻ എന്ന് പിന്നീടാണ് മനസ്സിലായത്. താങ്കൾ പറഞ്ഞ ആ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറുണ്ടോ ശ്രീ S. ജയസൂര്യൻ? കേരളം മിനി പാകിസ്ഥാനാണ് എന്ന താങ്കളുടെ ആ പ്രസ്താവന നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്ക്. ഞാൻ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ്. അത് പ്രക്ഷേപണം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ഈ ചാനലിന് എന്ന് ആദ്യം തന്നെ ചോദിക്കുന്നു. എന്നോട് കളിക്കാൻ ധൈര്യം വേണം. ഒരു സാമാന്യ ബുദ്ധിക്ക് നമ്മുടെ സുരേന്ദ്രൻജി ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ഒരു സാധ്യതയില്ല.
വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ കയറി പത്രപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന തിരക്കിലാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം മൗനം വെടിയ ഒരു സാധ്യതയില്ല. അത് പറയാൻ എനിക്കൊരു നാണവുമില്ല. കേരളം, മലയാളം, മലയാളി, അതുപോലെ തന്നെ വലിയ മതേതരത്വം, സൗഹാർദ്ദം, സ്നേഹം, ഇതൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കേരളമുണ്ടായപ്പോൾ മലയാളം എന്ന ഭാഷയുണ്ടായ, ആ മലയാള ഭാഷയ്ക്ക് പൂർണ്ണ രൂപം കൊടുത്ത, അതിൽ ആദ്യത്തെ ആധ്യാത്മിക ഗ്രന്ഥമായിട്ടുള്ള ആദികാവ്യമായ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ കേരളത്തിൽ മലപ്പുറത്ത് അനുവാദമില്ലാത്തിടത്തോളം കാലം ഞാൻ വീണ്ടും പറയും, ഇത് പാകിസ്ഥാൻ തന്നെയാണ്. നിനക്ക് ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ഉറപ്പില്ല. സൂര്യൻ നമുക്ക് ഊർജം തരുന്ന ഒരു ഘടകമാണെങ്കിൽ ഈ BJP-കാരനായ വർഗീയ സൂര്യൻ ഒരു മണ്ണാങ്കട്ടിക്കും കൊള്ളാത്തവനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. ചർച്ച കൈകാര്യം ചെയ്തത് സമർത്ഥനും സുപരിചിതനും നമുക്കെല്ലാവർക്കും പ്രിയങ്കരനുമായ ഹാഷ്മി താജ് ഇബ്രാഹിമാണ്. ഇത്തരം ശവന്തീനി ഉറുമ്പുകളെ ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണെന്നറിയാം. നല്ല രീതിയിലാണ് ഹാഷ്മി വിഷക്കാറ്റിനെ നേരിട്ടത്. SDP-യുടെ വോട്ട് വാങ്ങാൻ മടിയില്ലാത്ത ജയസൂര്യ, താങ്കൾ നിർത്ത, ഈ വെളിവുകേട് നിർത്ത. പക്ഷെ ഹാഷ്മി ബ്രോ, നിങ്ങളുടെ അവസാന വാക്കുകൾ പലരിലും അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. എനിക്കേറെ ബഹുമാനമുള്ള രാഷ്ട്രീയ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിച്ച അവതാരകൻ നമ്മളെ തീർത്തും നിരാശരാക്കി. ഞാൻ ബഹുമാനിക്കുന്ന നേതാവാണ് ജയസൂര്യ. ബഹുമാനിക്കാൻ ആ മനുഷ്യൻ സർവജ്ഞപീഠം നേടിയ വ്യക്തിയോ ജ്ഞാനപീഠം ജേതാവോ ഒന്നും അല്ലല്ലോ. വെറും ഒരു നാലാംകിട രാഷ്ട്രീയക്കാരനല്ലേ. എങ്ങനെ? കഴിഞ്ഞ വാരം നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു കുലപ്രതിഭ നമ്മുടെ സാക്ഷാൽ കായംകുളം MLA യു പ്രതിഭയായിരുന്നു. കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട മകനെ ഓർത്ത് വിലപിക്കുന്ന പാവോരമ്മ. പിടികൂടി എന്നല്ല പറയുന്ന, 8 പേര് കൂടി ഇരുന്നിട്ട് അവരെ എടുത്ത് പിടിച്ചോണ്ട് പോയി. അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത്. വന്ന വാർത്ത എന്താ? കഞ്ചാവുമായി MLA പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ്. ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത്. പക്ഷെ വിലാപമല്ല പുറത്തു കേട്ടത്, ആക്രോശമാണ്. വെളിച്ചപ്പാട്ടിന്റെ വാളെടുത്ത് കല്ലി തുള്ളുന്ന ഭദ്രകാളിയെയും കണ്ടു. ബിഫോറിലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട്. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. ഈ മാതൃഹൃദയത്തെ നൊമ്പരപ്പെടുത്തിയ മകൻ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട് എക്സൈസ് പൊക്കി. ശരിയാണ്, എല്ലാ അമ്മമാർക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണേ. പക്ഷെ മക്കൾ നടക്കുന്ന വഴികൾ ഏതൊക്കെയെന്ന് ഈ വിലപിക്കുന്ന അമ്മമാർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തിരയുന്നത് നല്ലതാ. അപ്പം മനസ്സിലാവും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണെങ്കിലും മൂർഖന്റെ സ്വഭാവം ഉണ്ടോ എന്ന്. പോരാത്തതിന് ദാ വരുന്നു നമ്മുടെ മന്ത്രി സജി ചെറിയാന്റെ ഒരു പരാമർശം. എനിക്ക് ഏത് സ്ഥലത്ത് നിന്ന് നന്നായിട്ട് സിഗരറ്റ് വലിക്കാൻ അറിയാം. ഫോർത്ത് ബർത്ത്ഡേ തുടങ്ങിയ ഹാബിറ്റാ. അയ്യോ, അത് നല്ലതാ കേട്ടോ. ആള് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയാണ്, ഓർത്തോളണം. കഞ്ചാവ് വലിച്ചത് വലിയ അപരാധം ചെയ്തത് പോലെയാ പറയുന്നത്. കുട്ടികളെ പുകവലിക്കത്രേ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു ഒന്നാം തരം പിഴയാ. ഹലോ സാംസ്കാരിക മന്ത്രി, അതാണ് നമ്മളെ ചെഗുവേരയും കൂട്ടരും ചുരുട്ടിൽ കഞ്ചാവ് വെച്ച് വലിച്ച പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് യുവത്വത്തിന്റെ ആവേശമായിരുന്നല്ലോ. പിന്നെ ദിനേശ് ബീഡിക്കാലും കട്ടൻ ചായയൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി. സമ്മതിച്ചു പോനോ, സമ്മതിച്ചു. ചുരുക്കി പറഞ്ഞ ലഹരി നമ്മുടെ മാനിഫെസ്റ്റോയിൽ എഴുതി ചേർത്തതാണ് എന്ന്. ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ സംയോജിതമായി യു പ്രതിഭ ഇടപെടുമെന്നാണ് കരുതിയത്. പക്ഷെ തകിടമറിഞ്ഞു. പ്രതിഭ തന്റെ അരിശം മുഴുവൻ തീർത്തത് മാധ്യമപ്രവർത്തകർക്ക് നേരെയായിരുന്നു. റിപ്പോർട്ടറെ വിവരം കെട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരിയെയും അടക്കം പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് ഒരു MLA. അതും ഒരു വർഗീയ ചുവയുള്ള അധിക്ഷേപം കൊണ്ട്. വെറും മൂന്നാംകിട രാഷ്ട്രീയക്കാരുടെ കലിയല്ലേ മാഡം നിങ്ങൾ കാട്ടിയത്? ഇതൊക്കെ കാണുമ്പോ ആർക്കാ വട്ടാവാതിരിക്കാം. കഴിഞ്ഞില്ല, പുതുവർഷത്തെ സ്വന്തമായി പൊൻതൂവൽ അണിഞ്ഞ് പൊതുനിരത്തിലെത്തിയത് PK ശശിയാണ്. മറ്റുള്ള ശശിമാരെ പോലെയല്ല ഈ ശശി. എന്ത് കാപട്യമില്ലാതെയാണ് അദ്ദേഹം തന്റെ പാർട്ടിക്കെതിരെ തന്നെ ഒരു ഒളിയമ്പ് വിട്ടത്. വാവിട്ട വാക്കും കൈവിട്ട കലും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പുരുഷു. സംഗതി വിവാദമാകുമെന്ന് കണ്ടപ്പോൾ തന്റെ പ്രസ്താവന പാർട്ടി ശത്രുക്കൾക്കെതിരെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വിശദീകരണം നൽകി ഒളിച്ചോടാൻ ശ്രമിച്ചു. തീർന്നില്ല, വീണ്ടും പറഞ്ഞു നമ്മുടെ പരാജയരാഘവൻ സഖാവും കൂടെ 1, 2, 3, 4 കാരണം. എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറയുന്ന ഈ സഖാവും എല്ലാ നിയമങ്ങളും പാലിച്ച് ജീവിക്കാൻ തങ്ങൾക്ക് പറ്റില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പോരാത്തതിന് ഇവരെ കവച്ചു വയ്ക്കുന്നതായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുന്നിൽ കാട്ടിക്കൂട്ടിയത്.
പെരിയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് അനുകൂലമായി നടത്തിയ പ്രകടനം ഒരു ബെല്ലേ ബിഷ് ഗണത്തിൽ തീർച്ചയായും പെടുത്തണം. ഈ വക്ക് പോയ ആശാനെയും ശിഷ്യന്മാരെയും കുറിച്ച് പറയുമ്പോൾ ആരെയും കൂസാത്ത ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത മന്ത്രിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യല്ലോ. ഓരോ നിയമവും വള്ളി പുള്ളി വിസർഗം തെറ്റാതെ നടപ്പിലാക്കുന്നവനല്ലേ നമ്മുടെ KB ഗണേഷ് കുമാർ. അതെ, അത് നാട്ടിൽ പാട്ടുമാണല്ലോ. നമ്മുടെ KSRTCയെ കഴുകി വൃത്തിയാക്കാൻ അവതാരമെടുത്ത യുഗപുരുഷല്ലേ. അങ്ങനെ നിങ്ങൾക്കൊരു വിചാരമുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി കേട്ടോ. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിന് ഊന്നൽ നൽകി പുതിയതായി ഇറക്കിയ ഡബിൾ ഡെക്കർ ബസ്സിന് ഇൻഷുറൻസും ഫിറ്റ്നസ് ഇല്ലെന്ന കാര്യം പുറത്തു വരുമ്പോൾ നമ്മുടെ ശുദ്ധീകരണ കലശ വിദഗ്ധൻ തിം തരികിടുന്നു. പൊതിഞ്ഞിട്ട് ഡെക്കറേഷൻ മുഴുവനും തകർന്നു. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. മൂന്നാറുകാരെ, കേരളത്തിൽ നടക്കുന്ന വാഹന അപകടങ്ങളെ കുറിച്ച് കേൾക്കാറില്ലേ? ജീവനിൽ കൊതിയുള്ളവരാണെങ്കിൽ ആ ബസ്സിൽ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. പുലി വരുന്നേ. പുതിയ ഗവർണർ ചാർജ് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ. പോയ ഗവർണറെ മുൻനിർത്തി കോവിന്ദൻ പൊട്ടിച്ച വെടി ഉണ്ടയില്ല വെടിയായി. വരട്ടെ, തുടങ്ങിയല്ലേ ഉള്ളൂ. പണ്ട് വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അത് ശരിവയ്ക്കുന്നതാണ് നമ്മുടെ നേതാക്കൾ കാണിക്കുന്ന ഇപ്പോഴത്തെ രീതി. മനുഷ്യന് ഭ്രാന്തായ ചങ്ങലക്കിട. ഈ ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്തായാൽ എന്താ ചെയ്യാം? നമുക്ക് ആരുടെയും കരുതലും കൈത്താങ്ങൊന്നും വേണ്ട. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ജീവിക്കാൻ സാധിച്ചാൽ മാത്രം മതി. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ആഴ്ചത്തെ തലവാചകം ചൊല്ലാതെ വയ്യ. മുസ്ലിം ലീഗിന്റെ മുൻ MLA KM ഷാജിയുടെ വകയാണിത്. നാട്ടിലിറങ്ങിയാൽ CPIM കൊല്ലും, കാട്ടിലിറങ്ങിയാൽ ആന കൊല്ലും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് CPM-കാരെയും കാട്ടാനകളെയും സൂക്ഷിക്കുക. ബ്ലിങ്ക് തുടരും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പൊന്നു മോനെ.